കണ്ണൂർ തിമിരി ബോംബേർ കേസിൽ 10 CPM പ്രവർത്തകർ കുറ്റക്കാർ. RSS പ്രവർത്തകർക്ക് നേരെ ബോംബെറിഞ്ഞ കേസിലാണ് വിധി. CPM മുൻ ആലക്കോട് ഏരിയ സെക്രട്ടറിയും പഞ്ചായത്ത് അംഗവുമായ PV ബാബുരാജ് ഉൾപ്പെടെയുള്ളവരാണ് പ്രതികൾ. ശിക്ഷ തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി നാളെ വിധിക്കും. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, എന്താണ് ഈ കേസിൻ്റെ പശ്ചാത്തലം? എന്താണ് മറ്റ് വിശദാംശങ്ങൾ? എന്തായാലും കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. 10 CPM പ്രവർത്തകർ, പ്രതികളായിട്ടുള്ള 10 CPM പ്രവർത്തകർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. എന്താണ് ഇതിന്റെ പശ്ചാത്തലം? അനിൽ നമ്പ്യാർ, കണ്ണൂർ തിമിരി ബോംബേർ കേസിലാണ് 10 CPM പ്രവർത്തകർ കുറ്റക്കാരാണെന്ന് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. RSS പ്രവർത്തകരെ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് ഇത്തരമൊരു വിധി വന്നിരിക്കുന്നത്. CPM മുൻ ആലക്കോട് ഏരിയ സെക്രട്ടറിയും പഞ്ചായത്ത് അംഗവുമായ PV ബാബുരാജ് ഉൾപ്പെടെയുള്ള 10 CPM പ്രവർത്തകരാണ് ഈ കേസിലെ പ്രതി. ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് 2011 നവംബർ 27 ഈ ഒരു സംഭവം നടക്കുന്നത്. അവിടെ RSS ശാഖ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് CPMകാർ BJP RSS പ്രവർത്തകരെ ആക്രമിക്കുന്ന ഒരു സംഭവമുണ്ടായി. ആ ആക്രമിക്കപ്പെട്ട RSS പ്രവർത്തകരെ ആശുപത്രിയിൽ കൊണ്ടുപോയി തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ അവർ സഞ്ചരിച്ച വാഹനത്തിന് നേരെ ബോംബേർ നടത്തുകയായിരുന്നു. അന്ന് RSS പ്രവർത്തകരായ ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അന്ന് ആ കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ 10 CPM പ്രവർത്തകർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. പ്രമാദമായ കേസായിരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ടാണ് MK പ്രദീപ് കുമാർ, അതുപോലെ തന്നെ ബാബുരാജ്, സത്യൻ, വിനോദ് കുമാർ, പലേരി വിജയൻ, KP സുരേഷ്, ശിവപ്രസാദ് എന്നിവരെ കുറ്റക്കാരാണെന്ന് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. പ്രോസിക്യൂഷൻ പ്രതികൾക്കെതിരെ ആരോപിച്ച കുറ്റങ്ങൾ ഗുരുതരമായി പരിക്കേൽപ്പിച്ചു എന്ന ചില വകുപ്പുകളെല്ലാം നിലനിൽക്കുമെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇവർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയത്. നാളെ ശിക്ഷ വിധിക്കും. അനിൽ നമ്പ്യാർ, എന്തായാലും ശിക്ഷിക്കപ്പെട്ടാൽ ഈ ബാബുരാജ്, അദ്ദേഹം ഇപ്പോൾ പഞ്ചായത്ത് അംഗമാണല്ലോ അല്ലെ, ആ അംഗത്വം നഷ്ടപ്പെടില്ലേ? രാജിവെക്കേണ്ടി വരും. ശിക്ഷ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി കഴിഞ്ഞു. നാളെ ഇപ്പോൾ ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ ഇയാൾ ഈ ജനപ്രാതിനിധ്യത്തിലെ നിയമം അനുസരിച്ച് ആ ചുമതലയിൽ തുടരാൻ അർഹനായിരിക്കില്ല. അപ്പോൾ നിലവിലെ പഞ്ചായത്ത് അംഗം എന്ന ചുമതല അദ്ദേഹം രാജിവെച്ചൊഴിയേണ്ടി വരും. അനിൽ നമ്പ്യാർ. ഓക്കെ, കണ്ണൂർ തിമിരി ബോംബേർ കേസിൽ 10 CPM പ്രവർത്തകർ കുറ്റക്കാർ. RSS പ്രവർത്തകർക്ക് നേരെ ബോംബെറിഞ്ഞ കേസിലാണ് വിധി. CPM മുൻ ആലക്കോട് ഏരിയ സെക്രട്ടറിയും പഞ്ചായത്ത് അംഗവുമായ PV ബാബുരാജ് ഉൾപ്പെടെയുള്ളവരാണ് പ്രതികൾ. ശിക്ഷ തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി നാളെ വിധിക്കും. മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.